നമസ്കാരം, ഞാൻ വിനോദ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇതുണ്ടോ, 10 × 12, 101 × 12, 12 അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ, അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ ഏതും ആയിക്കോട്ടെ. 100-ൽ താഴെയുള്ള രണ്ടക്ക സംഖ്യ അതുകൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി ഇതുണ്ടോ. 101 × 12, 1010 × 12, അത് രണ്ടക്കം ഏത് സംഖ്യ ആയിക്കോട്ടെ. അതിന് നമുക്ക് ഇതുണ്ടോ, 101 × 85, 1010 × 85. ഇത് നമുക്കിങ്ങനെ ഇവിടെ എഴുതി ഇൻറ്റു ചെയ്യാതെ എളുപ്പത്തിൽ ഗുണിക്കാനുള്ള വഴിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഉണ്ടോ, 10 × 12 120 നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് ഒരു 10 ഉള്ളേ. അപ്പോൾ ഒരു പ്രാവശ്യം 12 എഴുതി. എന്നിട്ട് ഈ ഒറ്റയുടെ സ്ഥാനത്ത് 0 ആകുമ്പോൾ ആ 0 കൂടി ഇട്ടേക്കുവാണ് ഉത്തരത്തിൽ. അടുത്തത് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഇതിനകത്ത് എത്ര 10 ഉണ്ട്? ഒരു 10. അപ്പോൾ ഈ ഒരു 12 എഴുതുന്നു. ഇവിടെ ഒരു 10 ഉള്ളപ്പോൾ ഒരു 12 എഴുതിയിട്ട് ഈ 0 അല്ലേ ഇട്ടെ. അതുപോലെ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 0 അല്ല, 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 1 ആണെങ്കിൽ ഒരു 12 കൂടെ എഴുതിയാൽ മതി, ഉത്തരവായി. ഉണ്ടോ, 0 ആകുമ്പോൾ ഒരു 0 ഇട്ടു. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് ഒരു 12 കൂടെ എഴുതി. ആദ്യം ഇതുണ്ടോ, ഒരു 10 പകരം ഒരു 12 ഇവിടെ എഴുതി, ഈ 12 എഴുതി. പിന്നെ ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണെങ്കിൽ ഒരു 12 കൂടെ എഴുതിയാൽ മതി. ഒരെണ്ണം കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നോക്കൂ, ഇതിനകത്ത് എത്ര 10 ഉണ്ട്? 2 10 ഉണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ഈ 12 എഴുതാം. 12 12. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് ഏതാക്കാം? 0 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? 0 ഇടണം. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് ഒരു 12 എഴുതി. ഒരു 10 അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 12 എഴുതി. ഇവിടെ 2 10 ഉണ്ട്, അതുകൊണ്ട് 2 12 എഴുതി. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് 0 ആയതുകൊണ്ട് ആ 0 എഴുതി. അടുത്ത് നോക്കിക്കേ, 2 10 ഉണ്ട് അല്ലേ. ആദ്യം അന്നേരം 2 12 എഴുതണം. എന്നിട്ടോ ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണ്. ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 12 കൂടെ എഴുതിയാൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഒരു 12 കൂടെ എഴുതണം, ആ 1 ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവായി. ഇത് ഗുണിക്കാനൊന്നും നമ്മൾ എഴുതി ഗുണിക്കൊന്നും വേണ്ട. ഇനി അടുത്ത് നോക്കിയേ, ഒരു 10, 2 10, 3 10 ഉണ്ട്. അപ്പോൾ 3 12 എഴുതണം അല്ലേ. 12 12 12, 3 12. ഇനി എന്തും കൂടെ ഒരു കാര്യം കൂടെ നോക്കണം. എന്താണ്? ഒറ്റയുടെ സ്ഥാനത്ത് 0 ആണ്. 0 ആണ്, എന്ത് ചെയ്യണം? ഇവിടെ 0 ആയപ്പോൾ എന്ത് ചെയ്തു? ഒരു 0 ഇവിടെ ഇട്ടാൽ മതി. ഇവിടെ 1 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 12 കൂടെ എഴുതണം. ഇതേ ഉള്ളൂ എളുപ്പവഴി. നോക്കിയോ, നിങ്ങളിത് ഗുണിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം ഇത് തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് നോക്കിക്കോ, ഇനി 85. ഈ 12 തന്നെയല്ല, നമുക്ക് വേറൊരു രണ്ടക്ക സംഖ്യ നോക്കാം. നോക്കിക്കേ, 101 × 85. അപ്പോൾ എന്ത് ചെയ്യണം? എത്ര 10 ഉണ്ട്? 1. അപ്പോൾ 85 എഴുതി. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് 1 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ആ സംഖ്യ എഴുതിയാൽ പോരെ, മതി. ഇവിടെ 10 ഒരു പ്രാവശ്യം 85 എഴുതി. ഒറ്റയുടെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് ഒരു 85 കൂടെ എഴുതിയാൽ മതി. അടുത്ത് നോക്കിയേ, 2 10 ഉണ്ട് ഇവിടെ. അപ്പോൾ എങ്ങനെ എഴുതണം? 85 85 എന്ന് എഴുതി. പിന്നെയോ ഒറ്റയുടെ സ്ഥാനത്ത് 0 ആകുമ്പോൾ ഒരു 0 കൂടെ ഇട്ടേക്കുക. എന്ത് എളുപ്പമുണ്ട് അല്ലേ. അടുത്ത് നോക്കിയേ, ഇതൊരു 10, 2 10. അപ്പോൾ എങ്ങനെ എഴുതണം? 85 85. പിന്നെ ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 85 കൂടെ എഴുതണം. 85. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തേ. ഇതുണ്ട്, 1 ആണെങ്കിൽ ഒരു 12 കൂടെ എഴുതുക. അതുപോലെ 85 ആണെങ്കിൽ ഒരെണ്ണം കൂടെ, ഈ 2 10 വരെ 2 85 എഴുതി. ഒറ്റയുടെ സ്ഥാനത്ത് 1 ആകൊണ്ട് ഒരു 85 കൂടെ എഴുതി. 0 ആണെങ്കിൽ ഒരു 0 ഇട്ടാൽ മതി. അടുത്ത് നോക്കിയേ, 10 10 10, 3 10 ഉണ്ട്. അപ്പോൾ എന്ത് എഴുതണം? 85 85 85. പിന്നെയോ ഒറ്റയുടെ സ്ഥാനത്ത് 0 ആണ്, എന്ത് ചെയ്യണം? 0 ആകൊണ്ട് ഒരു 0 കൂടെ ഇട്ടാൽ മതി. ഇത്രയും ഇതായിരിക്കും ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.